എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വൈകുന്നേരം വിച്ചൂട്ടനും ദേവൂട്ടനൊക്കെ വരാറായി കേട്ടോ. അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. വന്നു കഴിഞ്ഞത് ദേവൂട്ടൻ ഉടക്ക് തുടങ്ങി കേട്ടോ. നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ വിച്ചൂട്ടനെ കൊണ്ടുപോകണ്ടെന്നും പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കാണുന്നത്. രണ്ടുപേരും വന്നു. അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞായിരുന്നു പായസം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പാലട പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിക്കുക കേട്ടോ. ജിയോ മച്ചാൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കഴിക്കുക. ഇനി ഞങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. ശിശുദിനത്തിനുള്ള ഡ്രസ്സ് വാങ്ങണം ദേവൂട്ടന്. അപ്പോൾ വൈറ്റ് ജുബ്ബ ആ ഒരു ടൈപ്പ് വാങ്ങണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകും. പുറത്തോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് 5 മണി കഴിഞ്ഞ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ. ഇവർ വരുമ്പോൾ തന്നെ 4:30 പിന്നെ 5:30 ആയപ്പോൾ ഇറങ്ങി. കറക്റ്റായിട്ട് ഡ്രസ്സ് അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓരോരുത്തരും വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളിത് ഡ്രസ്സ് എടുത്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ വേറെ ഒരു കൊച്ചും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പും കുറച്ച് പേര് എടുത്തുകൊണ്ട് പോയി. പിന്നെ ഇത് ഇന്നവർക്ക് കളർ ഡ്രസ്സ് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേവൂട്ടനും വിച്ചൂട്ടനും ഓരോ ഡ്രസ്സ് എടുത്തു. വിച്ചൂട്ടനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ദേവൂട്ടനെ അതൊക്കെ ഒന്ന് ഇടിയിപ്പിച്ച് നോക്കി. അവിടെ വെച്ച് അവർ വൈറ്റ് ആയതുകൊണ്ട് ഇടാൻ സമ്മതിച്ചില്ലേ. അപ്പോൾ നമ്മളിവിടെ വെച്ചൊന്ന് ഇട്ട് നോക്കി. തൊപ്പിയൊക്കെ വെച്ചു. അപ്പോൾ ആളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേന് ബർഗറും ലഡുവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരു ലഡു കഴിക്കാൻ തന്ന. അപ്പോൾ രണ്ടുപേരും ബർഗറൊക്കെ ഇങ്ങനെ ഭയങ്കര ആവേശത്തോടെ ഇരുന്നു. പക്ഷേ മുഴുവനൊന്നും കഴിച്ചില്ല. അതിൻ്റെ ഹാഫ് കഴിച്ചിട്ട് അതിൻ്റെ ബണ്ണും ഐറ്റംസും ഒക്കെ അവിടെ വെച്ചു. ഇനി രാത്രിയിലത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടായിരുന്നു കേട്ടോ. ഒരു പ്ലക്കാർഡ്, വേഗത്തിലൊരു പ്ലക്കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ചാർട്ട് പേപ്പർ ഒന്നും വെച്ചിട്ടല്ല കേട്ടോ ഞാൻ ചെയ്തത്. അല്ലാതെ പേപ്പറുകളിങ്ങനെ ഒട്ടിച്ച് വെച്ച് ഒക്കെ എങ്ങനെയോ റെഡിയാക്കി. ഇത് വിച്ചൂട്ടിന് റെഡിയാക്കിയതാണ്. ഒരു ബുക്കിൻ്റെ കവറിൽ എന്തോ വരച്ചിട്ട് അത് കളർ ചെയ്ത് കട്ട് ചെയ്ത് അതിനൊരു പേര് പറഞ്ഞു കേട്ടോ. അതെനിക്കറിയില്ലേ. ഇത് ഇന്ന് രാവിലത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ പ്ലക്കാർഡിന് സ്റ്റിക്ക് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാളിന്ന് ഒരു ഗാന്ധി ജയന്തിക്ക് ഉണ്ടാക്കിയ അതിൻ്റെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വിച്ചൂട്ടൻ അത് കട്ട് ചെയ്ത് തന്നു. അപ്പോൾ ആ സ്റ്റിക്ക് ഇതിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെന്തോ ഒരു പേര്, ഇതറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഈ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അവർക്ക് കൊണ്ടുപോകാനുള്ള ചിക്കനൊക്കെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് വിച്ചൂട്ടൻ്റെ ഡ്രസ്സ്. അങ്ങനെ രണ്ടുപേരും റെഡിയായി. നമ്മൾ ഇത് ഒറിജിനൽ റോസപ്പൂ തന്നെയാണ് വെച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല. പിന്നെ ഇത് വെച്ചേക്കുക. പിന്നെ തൊപ്പി വെച്ച് കൊടുത്തിട്ടില്ല, കാരണം അവിടെ ചെന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഴുക്കാക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.